ഹിന്ദുത്വ സിദ്ധാന്തത്തിന്റെ 100-ാം വർഷത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച നേട്ടമെന്നും അതേസമയം ഹിന്ദുത്വ അതിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറക്കരുതെന്നും പ്രസിദ്ധ മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ പ്രസ്താവിച്ചു. വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ മതേതര പ്രതിപക്ഷം വേണ്ടവിധം ഏറ്റെടുക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ EK ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു വെങ്കിടേഷ് രാമകൃഷ്ണൻ. ഈ വർഷത്തെ ഗ്രാമിക EK ദിവാകരൻ പോറ്റി വിവർത്തന സാഹിത്യ പുരസ്കാരം അദ്ദേഹം മാങ്ങാട് രത്നാകരന് നൽകി. ദിവാകരൻ പോറ്റിയുടെ 19-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കവിയും ചിന്തകനുമായ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കവി PB ഹൃഷികേശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, സെക്രട്ടറി NP ഷിൻഡോ, E കൃഷ്ണാനന്ദൻ, ആശ എടമന, E ജീവാനന്ദൻ, EK മോഹൻദാസ്, PP സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തീസ്ത സെക്യുലർവാദം എന്ന് പറയുന്ന ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരും കുറച്ച് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള അക്കാഡമിക്കുകൾ, അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർമാരുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പ്രൊഫസർമാരുണ്ട്, മുൻ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡോക്ടർ MG ദേവസഹായം എന്ന് പറയുന്ന കണക്കുകളിലെ സുതാര്യതയെപ്പറ്റി, സർക്കാരിൻ്റെ കണക്കുകളുടെ സുതാര്യതയെപ്പറ്റി വളരെ സവിശേഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ MG ദേവസഹായത്തിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ പ്യാരലാൽ ഗാർഗ്, ഡോക്ടർ ഹരീഷ് കർണിക്, ഡോക്ടർ സെബാസ്റ്റ്യൻ മോറിസ് എന്നിവർ എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിൽ